നമസ്കാരം. സൗണ്ട് വേവ്സ് എന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിന്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ ലാസ്റ്റ് എന്താണ് പഠിച്ചത്? നാച്ചുറൽ ഫ്രീക്വൻസിയെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഓരോ വസ്തുവിനും അതിൻ്റെതായ തനതായ ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഓരോ വസ്തുവും സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചാൽ അത് അതിൻ്റെ ആ തനതായ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. അതാണ് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ് പഠിച്ചത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡു ഓൾ ഒബ്ജക്ട്സ് വൈബ്രേറ്റ് ഇൻ ദെയർ നാച്ചുറൽ ഫ്രീക്വൻസി? എല്ലാ ഒബ്ജക്ട്സും അവയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നോക്കിക്കോളൂ. ഹാവ് യു എവർ ഫെൽറ്റ് ദ വൈബ്രേഷൻ ഓൺ ദ ടേബിൾ വെൻ എ മിക്സി കെപ്റ്റ് ഓൺ ദ ടേബിൾ വർക്ക്സ്? അതായത് ഒരു മിക്സി ടേബിളിന് മുകളിൽ വെച്ചപ്പോൾ ആ ടേബിളും കൂടെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലെ. എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ലിസൺ ടു ഇറ്റ്. ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ബെഞ്ചിനോ മറ്റോ അടിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് എക്സൈറ്റ് ചെയ്യിച്ചിട്ട് അതിന്റെ സൗണ്ട് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ സൗണ്ട് ഹേർഡ് വെൻ ദ സ്റ്റെം ഓഫ് ദ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് പ്രസ്ഡ് ഓൺ ദ ടേബിൾ? ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ സ്റ്റെം ഉണ്ടല്ലോ, ഈ തണ്ടുണ്ടല്ലോ, ഇത് ഒരു ടേബിളിന്റെ മുകളിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ സൗണ്ടിന് എന്ത് മാറ്റം സംഭവിക്കും എന്നാണ് ചോദിച്ചത്. എന്താണ് സംഭവിക്കല്? ദ സൗണ്ട് ബീങ് ഗെറ്റ്സ് ലൗഡർ. ആ സൗണ്ട് കൂടും. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ സൗണ്ട് ബീങ് ലൗഡർ? ആ സൗണ്ട് കൂടുന്നതിന് കാരണം എന്താണ്? ഇൻ ദിസ് കേസ്, ഇവിടെ ഈ കേസിൽ ദ സൗണ്ട് ബിക്കെയിം ലൗഡർ, സൗണ്ട് കൂടിയിരിക്കുന്നു. ബിക്കോസ്, കാരണം എന്താണ്? ദ ടേബിൾ ആൾസോ വൈബ്രേറ്റഡ് അലോങ് വിത്ത് ദ ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്കിനൊപ്പം ടേബിൾ കൂടി വൈബ്രേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അതായത് ഇവിടെ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിച്ചു, എക്സൈറ്റ് ചെയ്യിച്ചു, എന്നിട്ട് അത് ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചപ്പോൾ ആ ടേബിളും കൂടെ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ ടേബിൾ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ആ ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി അല്ല. കാരണം ഇവിടെ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ആ ഒരു പ്രേരണം മൂലമാണ് ഇവിടെ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. അതായത് മറ്റൊരു പുറമേ ഉള്ളൊരു വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്, ഇവിടെ ട്യൂണിംഗ് ഫോർക്ക്, അതിന്റെ ഇൻഡ്യൂസ്ഡ് ആയിട്ട് അതിന്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റിന്റെ അത് കാരണം ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട് വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്ട്, മറ്റൊരു വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നു, അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, അപ്പൊ ഇതിനുള്ള ആൻസർ കിട്ടിയല്ലോ. നോ, കാരണം എപ്പോഴും നാച്ചുറൽ ഫ്രീക്വൻസിയിലല്ല. ഇവിടെ ഇപ്പോൾ മേശ, ഈ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയിലാണ്. ഒബ്സർവ് ദ ഫിഗർ. ഈ ഫിഗർ ഒബ്സർവ് ചെയ്തു. ട്രൈ ദ ആക്ടിവിറ്റീസ് ഗിവൻ ബിലോ യൂസിംഗ് ദ ഡിവൈസ് ഇൻ വിച്ച് 2 sets of 3 identical hacksaw blades. അതായത് രണ്ട് സെറ്റ് ഓഫ് 3 ഐഡന്റിക്കൽ ആയിട്ടുള്ള ഹാക്സോ ബ്ലേഡ്സ്. ഇത് മൂന്നും ഒരേപോലെ, ഇത് മൂന്നും ഒരേപോലെ, അങ്ങനെയുള്ള ഹാക്സോ ബ്ലേഡ്സ് എടുക്കുന്നത്. അതിൽ ചെറുതിന്റെ ലെങ്ത് 13 സെന്റിമീറ്ററും മറ്റേ വലുതിൻ്റെത് 17 സെന്റിമീറ്ററും ആർ ഫിക്സ്ഡ് ബിറ്റ്വീൻ 2 വുഡൻ ബ്ലോക്സ്. രണ്ട് മരത്തടികൾക്കിടയിൽ ഇത് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് എ എന്ന ഹാക്സോ ബ്ലേഡ് ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ, വിരൽ കൊണ്ട് തട്ടിയിട്ട് ഇത് എക്സൈറ്റ് ചെയ്യിപ്പിക്കണം, അതായത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, വാട്ട് ഡു യു ഒബ്സർവ്? ഇത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കണം എന്ന് വെച്ചാൽ അതായത് ഇതിനൊന്ന് തട്ടിയാൽ എന്താവും? ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വൈബ്രേറ്റ് ചെയ്യും അല്ലെ, ടു ആൻഡ് ഫ്രോ വൈബ്രേറ്റ് ചെയ്യും. വാട്ട് ഡു യു ഒബ്സർവ്? ഇവിടെ എല്ലാ ബ്ലേഡ്സും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണും. ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ്. എന്തുകൊണ്ടാണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ, ഒന്നിന്റെ പ്രേരണ മൂലം മറ്റുള്ളവ വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന്. ഇവിടെ ഈ ഒരു ഹാക്സോ ബ്ലേഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതും ഈ വുഡൻ ബ്ലോക്കുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ആ വുഡൻ ബ്ലോക്ക് വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ അതിന്റെ പ്രേരണ മൂലം ഇവയും വൈബ്രേറ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്? എല്ലാ ബ്ലേഡും ഒരേ ആംപ്ലിറ്റ്യൂഡിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്? അതായത് ബി എന്ന ബ്ലേഡ് ഞാൻ പറയാം ആ കാര്യം. വിച്ച് ഓഫ് ദം വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്സ്? ഏതൊക്കെയാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്? എ, സി, ഇ എന്നിവയാണ്. കാരണം ഇവ മൂന്നും ഒരേ ലെങ്ത് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരേ നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കും. നോക്കിക്കോളൂ, ഇനി ഇവിടെ ചോദിച്ചത് എന്താണ്? ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്? ഒരേ ആംപ്ലിറ്റ്യൂഡിലാണോ എന്നാണ്. അല്ല, ഈ ഒരു കേസിൽ എ തട്ടിയിട്ടാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഈ ബി, സി എന്നിവയൊക്കെ കുറച്ച് ചെറിയൊരു ആംപ്ലിറ്റ്യൂഡ്, ചെറിയൊരു ദൂരം മാത്രമേ വൈബ്രേറ്റ് ചെയ്യുന്നുള്ളൂ. അതേസമയം സി, ഇ എന്നിവ ഇതിന്റെ അതേ ലെങ്ത് അല്ലേ, അത് കുറച്ചുകൂടി ഉയർന്ന ആംപ്ലിറ്റ്യൂഡ്, കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചലിക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പൊ സി ഇവിടെ ഉണ്ടായത് കുറച്ച് അധികം അങ്ങോട്ട് പോയിട്ട് കുറച്ച് അധികം ഇങ്ങോട്ട് വരും എന്ന രീതിയിൽ. മനസ്സിലായല്ലോ കാര്യം? ഓക്കെ, ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്പ്ഡ് വൈബ്രേറ്റിംഗ്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി,
ഇവിടെ എ സി ഇ എന്നിവ ഒരേ ലെങ്ത് ആണ്, അതുകൊണ്ട് ഒരേ നാച്ചുറൽ ഫ്രീക്വൻസി ആണ് ഇവിടെ, ഒരേ മെറ്റീരിയൽ ആണല്ലോ, എല്ലാ ഹാക്സോ ബ്ലേഡ് തന്നെയാണല്ലോ. ഇനി പറഞ്ഞിട്ടുള്ളത് ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്പ്ഡ് വൈബ്രേറ്റ്, എല്ലാ ബ്ലേഡ്സും വൈബ്രേഷൻ സ്റ്റോപ്പ് ആയതിനു ശേഷം ഇതേ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ ഇത്തവണ ബി ആണ് എക്സൈറ്റ് ചെയ്യിക്കേണ്ടത്. നമ്മൾ ആദ്യം എ അല്ലേ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്, ഇവിടെ ബി. എക്സൈറ്റ് ബി ആൻഡ് റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ യുവർ സയൻസ് ഡയറി. ഇവിടെ എ വൈബ്രേറ്റ് ചെയ്യുന്നതിന് പകരം ബി വൈബ്രേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോഴെന്താവും, ഈ ബിയുടെ അതേ ലെങ്ത് ആണ് ഡിക്കും എഫിനും. അതുകൊണ്ട് ഈ മറ്റ് ചെറിയ 3 ഹാക്സോ ബ്ലേഡ്സിനെ അപേക്ഷിച്ച് ഇവ കുറച്ചുകൂടി ഉയർന്ന ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. കാരണം ഒരേ ലെങ്ത് ആണ്, ഒരേ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. അങ്ങനെയാണ് നിങ്ങൾക്കൊരു പ്രത്യേകത ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ എന്താണ് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ബി, ഡി ആൻഡ് എഫ് ഒരേ ലെങ്ത് ഉള്ള ഇവ വൈബ്രേറ്റ് ഇൻ ഹയർ ആംപ്ലിറ്റ്യൂഡ്സ്, ഹയർ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലെ, ഹയർ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ദേ ആർ ഇൻ റെസൊണൻസ്, അവ റെസൊണൻസിലാണ്. റെസൊണൻസിനെ കുറിച്ച് താഴെ പഠിക്കാനുണ്ട്. ഓക്കെ, എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്താണ് റെസൊണൻസ് എന്ന് പറയുന്നത്. വെൻ ബ്ലേഡ്, ഓക്കെ, ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇത്ര മാത്രം മതി കേട്ടോ. ഇവിടെ ഇത് എഴുതിയാലും കുഴപ്പമില്ല, ആ ഒരു കാര്യം താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. When blade A vibrates, why would the hacksaw blades C and E vibrate with maximum amplitude? ഇവിടെ ആദ്യം A വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സിയും ഇയും മറ്റുള്ളവയേക്കാൾ കൂടുതൽ ആംപ്ലിറ്റ്യൂഡിൽ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം. അതിന് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ്, അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്തിന്റെ, ഓഫ് സി ആൻഡ് ഇ ആർ ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ. അവ മൂന്നും തുല്യമായതിനാൽ ദേ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അങ്ങനെ ഒരു അവസ്ഥയിൽ അവ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിംഗ് ഒബ്ജക്ട്, അല്ലെ, ഏത് വസ്തുവിന്റെ പ്രേരണ മൂലമാണോ ബാക്കി എല്ലാ വസ്തുക്കളും വൈബ്രേറ്റ് ചെയ്യുന്നത്, അതിനാണല്ലോ ഫോഴ്സിംഗ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫോഴ്സിംഗ് ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി, ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിംഗ് ഒബ്ജക്ട് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്ട്, ഏത് വസ്തുവിലാണോ ഫോഴ്സ് ചെയ്യപ്പെട്ടത്, വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരണം ചെയ്യപ്പെട്ടത് ഒബ്ജക്ട്, ആർ ഈക്വൽ, അവ ഈക്വൽ ആയാൽ ദ ഒബ്ജക്ട്സ് ആർ സെഡ് ടു ബി ഇൻ റെസൊണൻസ്, ആ ഒബ്ജക്ട്സ് റെസൊണൻസിലാണെന്ന് പറയും. ദ ഒബ്ജക്ട്സ് അണ്ടർഗോയിങ് റെസൊണൻസ്, റെസൊണൻസിലുള്ള ഒബ്ജക്ട്സ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ, അതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നൊരു കാര്യം പറഞ്ഞു, അതിനുശേഷം മനസ്സിലാക്കി ഏതാണോ ഫോഴ്സിംഗ് ഒബ്ജക്റ്റ്, ഏതാണോ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്, ഇവ രണ്ടിന്റെയും ഫ്രീക്വൻസീസ്, നാച്ചുറൽ ഫ്രീക്വൻസീസ് സെയിം ആയാൽ അവ റെസൊണൻസിലാകും. അപ്പോൾ അവ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ഇനി ഒരു എക്സ്പെരിമെന്റ് ആണ്. In water, a PVC pipe of about 50 cm length and 4 cm diameter. എന്താണ് ഇമ്മേഴ്സ് ഇൻ വാട്ടർ? എന്താണ് ഈ വാട്ടറിൽ താഴ്ത്തേണ്ടത്? PVC പൈപ്പ്. ഈ ഡയമെൻഷൻസ് പറഞ്ഞിട്ടുള്ള 50 cm ലെങ്ത്തും 4 cm ഡയമീറ്ററുമുള്ള ഒരു PVC പൈപ്പ് വാട്ടറിൽ ഇതുപോലെ താഴ്ത്തണം. എക്സൈറ്റ് എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 512 ഹെഡ്സ്, 512 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തിട്ട് ആൻഡ് ഹോൾഡ് ഇറ്റ് ക്ലോസ് ടു ദ മൗത്ത് ഓഫ് ദ പൈപ്പ്, ആ പൈപ്പിന്റെ വായ്ഭാഗത്ത് അടുപ്പിച്ച് പിടിക്കണം. വാരി ദ ലെങ്ത് ഓഫ് ദ എയർ കോളം. എന്താണ് വാരി ദ ലെങ്ത് ഓഫ് ദ എയർ കോളം ഇൻസൈഡ് ദ പൈപ്പ്? ഇതിനകത്തുള്ള ഈ വായുവിന്റെ ആ ഒരു കോളം ഉണ്ടല്ലോ, അതിന്റെ ആ ലെങ്ത്, അതിന്റെ നീളം വ്യത്യാസപ്പെടുത്തണം. എങ്ങനെയാണ്? ബൈ ഗ്രാജുവലി റേസിംഗ് ബോത്ത് ദ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ദ പൈപ്പ്. ഗ്രാജുവലി, അല്ലെ, മെല്ലെ സാവധാനം ഈ പൈപ്പും ട്യൂണിംഗ് ഫോർക്കും രണ്ടും ഉയർത്തിയിട്ട് മെല്ലെ 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 എന്താക്കും, ഈ പൈപ്പ് ഉയർത്തി കൊണ്ടുവരും. അതോടൊപ്പം പൈപ്പിന് മുകളിൽ പിടിച്ച ട്യൂണിംഗ് ഫോർക്ക് ഉയർത്തി കൊണ്ടുവരും. എന്നിട്ട് ഇതിനകത്തുള്ള ആ എയർ കോളത്തിന്റെ, അല്ലെ, അപ്പൊ ഇതിനകത്തുള്ള എയർ കോളത്തിന്റെ നീളത്തിലും വ്യത്യാസം വരുമല്ലോ, അത് വ്യത്യാസപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഡോണ്ട് യു ഹിയർ എ ലൗഡർ സൗണ്ട് അറ്റ് എ പെർട്ടിക്കുലർ സ്റ്റേജ്? ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോ, ഒരു പ്രത്യേക അവസരം എത്തുമ്പോ നമുക്ക് കുറച്ച് കൂടിയ ശബ്ദം കേൾക്കുന്നു. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? ഇതിന് കാരണം എന്തായിരിക്കും? റെക്കോർഡ് ഇൻ യുവർ സയൻസ് ഡയറി. അതിന് ആൻസർ ഇതാണ്. അറ്റ് എ പെർട്ടിക്കുലർ സ്റ്റേജ്, ഒരു പ്രത്യേക സ്റ്റേജിൽ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ എയർ കോളം, ആ ഇതിനകത്തുള്ള എയർ കോളത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ബിക്കംസ് ഈക്വൽ ആകുന്നു. എന്തിനോടാണ് ഈക്വൽ ആകുന്നത്? ദാറ്റ് ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്, ആ ട്യൂണിംഗ് ഫോർക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുന്നു. ദെൻ ദേ ആർ ഇൻ റെസൊണൻസ്, അപ്പോൾ അവ റെസൊണൻസിലാണ്. then the air vibrates in its maximum amplitude, അല്ലെ, അപ്പോൾ അത്
മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന അറിയാം റെസൊണൻസിൽ ഉണ്ടാകുമ്പോൾ. സോ എ ലൗഡർ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഒരു ലൗഡർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ. അപ്ലിക്കേഷൻസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. എന്തൊക്കെയാണ് ഈ ഫോഴ്സ്ഡ് വൈബ്രേഷന്റെയും റെസൊണൻസിന്റെയും അപ്ലിക്കേഷൻസ് നോക്കാം. MRI സ്കാനിങ്. ഒന്ന് MRI സ്കാനിങ്, ആ പേരിൽ തന്നെ ഉണ്ട് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെ, റെസൊണൻസ് ഇമേജിംഗ്. പിന്നെ റേഡിയോ ട്യൂണിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഗിറ്റാർ, വയലിൻ, വീണ എക്സെട്ര. ഓക്കെ. പിന്നെയോ can you hear even the faintest sound of the heartbeat when you listen to it using a stethoscope. ഒരു സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് വളരെ ചെറിയ സൗണ്ട് പോലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? A stethoscope used to listen to even a feeble sound in the body. അതായത് ബോഡിയിലുള്ള ആ ചെറിയ സൗണ്ട് പോലും കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് യൂട്ടിലൈസസ് പ്രയോജനപ്പെടുത്തുന്നു. എന്താണ് പ്രയോജനപ്പെടുത്തുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. ഓക്കെ. ഈ സ്റ്റെതസ്കോപ്പ് എന്താണ്? സ്റ്റെതസ്കോപ്പ് യൂട്ടിലൈസസ് പ്രയോജനപ്പെടുത്തുന്നു. എന്തൊക്കെയാണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. ഈ പ്രതിഭാസങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു, ഈ ഫിനോമിന പ്രയോജനപ്പെടുത്തുന്നു. ഇൻ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് മെഗാഫോൺസ്, ഹോൺസ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സച്ച് ആസ്. അതായത് മെഗാഫോൺ, ഹോണുകൾ ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയ ട്രംപറ്റ്സ്, നാഗസ്വരം എന്നിവയിലൊക്കെ ഈ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. 1 2 3 4 5. ഓക്കെ, 5 പോയിന്റ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 1 ഹെർട്സ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് പീരിയഡ്? പീരിയഡ് കാണാനാണ് പറഞ്ഞത്. ആ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ പീരിയഡ്. ഓക്കെ, 1/T. ഇവിടെ അങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ഈ T യെ മുകളിലേക്ക് എഴുതിയിട്ട് F നെ താഴത്തേക്ക് എഴുതിയാൽ നമുക്ക് എന്ത് പറയാം? എന്ത് ഇക്വേഷൻ കിട്ടും? T ഈസ് ഈക്വൽ ടു 1/F എന്ന ഇക്വേഷൻ കിട്ടും. ഇവിടെ F നിങ്ങൾക്കറിയാം അല്ലെ, 1 ഹെർട്സ്. 1 ഡിവൈഡ് ബൈ 1 ഹെർട്സ് എന്ന് വെച്ചാൽ 1 ആണ് അല്ലെ. യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. പീരിയഡ് ആണല്ലോ, അപ്പൊ സെക്കൻഡ് യൂണിറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് എ പെൻഡുലം ടേക്സ് 0.5 സെക്കൻഡ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമാണ് തന്നിട്ടുള്ളത് 0.5 സെക്കൻഡ്. അത് തന്നെയല്ലേ അതിന്റെ പീരിയഡ് അല്ലെ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമാണല്ലോ പീരിയഡ്. ക്വസ്റ്റ്യൻ, വാട്ട്സ് ഇറ്റ്സ് ഫ്രീക്വൻസി? അതിന്റെ ഫ്രീക്വൻസി എന്താണ്? നമുക്കറിയാം റിലേഷൻ F ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ T ആണ്. അപ്പോൾ 1 ഡിവൈഡ് ബൈ 0.5 സെക്കൻഡ് ആണ്. 0.5നെ മാറ്റണമെങ്കിൽ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 5 കിട്ടും അല്ലെ. അപ്പൊ താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലും ചെയ്യണം. അതുകൊണ്ട് മുകളിൽ 1 മൾട്ടിപ്ലൈ ബൈ 10 10 കിട്ടും. 10 ഡിവൈഡ് ബൈ 5 എന്ന് വെച്ചാൽ 2 ആണ്, 2 ഹെർട്സ്. ഓക്കെ. A tuning fork of frequency 512 Hz is excited. 512 Hz ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തു. ആൻഡ് its stem is pressed on a table. അതിന്റെ ആ തണ്ടുണ്ടല്ലോ, അതൊരു ടേബിളിന് മുകളിലായിട്ട് പ്രസ് ചെയ്തു. Does the table vibrate in this situation? ഇവിടെ ആ ടേബിൾ വൈബ്രേറ്റ് ചെയ്യില്ലേ? യെസ്, വൈബ്രേറ്റ് ചെയ്യും. What's this phenomenon known as? ഈ പ്രതിഭാസം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ പ്രതിഭാസം ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ഫാക്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? When a tuning fork of frequency 256 Hz vibrate, 256 Hz ഫ്രീക്വൻസിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ the air around it, അതിനു ചുറ്റുമുള്ള വായുവും and the eardrum of the person hearing that sound, ആ സൗണ്ട് കേൾക്കുന്ന മനുഷ്യന്റെ ഇയർ ഡ്രമ്മും കർണപുടവും vibrate 256 times per second. ഒരു സെക്കൻഡിൽ 256 തവണ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. How does the air near it vibrate when the tuning fork vibrates? അതായത് ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള എയർ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? അതിനെ കുറിച്ചിട്ടാണ് താഴെ ഡിസ്കസ് ചെയ്യുന്നത്. വേവ് മോഷൻ. Conducted an experiment in connection with the transmission of sound. സൗണ്ടുമായി ബന്ധപ്പെട്ട അതിന്റെ സൗണ്ടിന്റെ ട്രാൻസ്മിഷൻ, അതിന്റെ ആ ചലനവുമായി ബന്ധപ്പെട്ട ആ പ്രേഷണവുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇൻ ദ സ്കൂൾ സയൻസ് ക്ലബിൽ. ഓക്കെ. എ സീൻ ഡ്യൂറിംഗ് ദ എക്സ്പെരിമെന്റ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ഹിയർ. ഒരു അതിനിടയിലുള്ള ഒരു സീൻ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് പറയുന്നതിന് മുൻപ് നമുക്ക് ഇതിന് കുറച്ച് താഴെ ഹൗ ഈസ് ഇറ്റ് ഫോംഡ്, ഇത് എങ്ങനെയാണ് ഈ ഒരു സംഭവം ഫോം ചെയ്യപ്പെടുന്നത് എന്നതിനെ വിശദീകരിക്കാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഓക്കെ. സ്ട്രെച്ച് ബോത്ത് എൻഡ്സ് ഓഫ് എ സ്ലിംഗി. ഒരു സ്ലിംഗിയുടെ 2 എൻഡ്സും വലിച്ചിട്ട് ഓൺ എ ടേബിളിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ട്, വയ്ക്കാൻ പറയുന്നുണ്ട്. കംപ്രസ് ആൻഡ് റിലീസ് എ ഫ്യൂ കോയിൽസ് അറ്റ് വൺ എൻഡ് ഓഫ് ദ സ്ലിംഗി. ആ സ്ലിംഗിയുടെ ഒരറ്റത്ത് കുറച്ച് വലയങ്ങൾ അമർത്തി പിടിച്ചിട്ട് വിടാൻ പറയുന്നുണ്ട്, റിലീസ് ചെയ്യാൻ പറയുന്നുണ്ട്. നോട്ടീസ് ദ ഡിസ്റ്റർബൻസ് ഫോംഡ് ഇൻ ദ സ്ലിംഗി. അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് എന്താവും? ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടും അല്ലെ. അവിടെ നിന്ന് ഞാൻ അതിന്റെ വീഡിയോ കാണിച്ചു തരാം. അടുത്ത എന്താണ് പറഞ്ഞിട്ടുള്ളത്?
ഇതേപോലെ ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ്. മൂവ് വൺ എൻഡ് ഓഫ് ദ സ്ലിംഗി ബാക്ക് ആൻഡ് ഫോർത്ത് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇവിടെ ഒരു എൻഡിൽ പിടിച്ചിട്ട് മറ്റേ എൻഡിൽ കണ്ടോളൂ മുന്നോട്ട് പിന്നോട്ടായിട്ട് ചലിപ്പിക്കുന്നുണ്ട്. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്? ആ വീഡിയോ കാണും. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്. ഈ ഒരു എൻഡിൽ കൈ കൊണ്ട് മുന്നോട്ട് പിന്നോട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ സ്ലിംഗിയിലെ ആ ഡിസ്റ്റർബൻസ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ലേ? ഇവിടെ ചില ഭാഗത്ത് ഈ കോയിൽസ്, ഈ വലയങ്ങൾ ചില ഭാഗത്ത് അടുത്തും ചില ഭാഗത്ത് അകന്നും നിൽക്കുന്നുണ്ട് അല്ലെ? പക്ഷെ അത് മാറി മാറി നിൽക്കുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഡോണ്ട് യു സീ ദ ഡിസ്റ്റർബൻസസ് ഫോംഡ് ഇൻ ദ സ്ലിംഗി മൂവിംഗ് ഫ്രം വൺ എൻഡ് ടു ദ അതർ? ഒരു എൻഡിൽ ഉണ്ടാകുന്ന ആ ഡിസ്റ്റർബൻസസ് മറ്റേ എൻഡിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? നോക്കിക്കൊള്ളുക, ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടോ? ആർ ദ കോയിൽസ് ഇൻ ദ സ്ലിംഗി മൂവിംഗ് ടുവേർഡ്സ് ദ അതർ എൻഡ് അലോങ് വിത്ത് ദ ഡിസ്റ്റർബൻസ്? ആ ഡിസ്റ്റർബൻസസിനൊപ്പം ഡിസ്റ്റർബൻസസ് പോകുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കോയിൽസ് ഈ വലയങ്ങൾ അങ്ങനെ തന്നെ പോകുന്നുണ്ടോ? ഇല്ല, വലയങ്ങൾ കണ്ടോ? ഇവിടുത്തെ വലയങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഡിസ്റ്റർബൻസസ് പോകുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, വലയങ്ങൾ ഇവിടുന്ന് തന്നെ വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അങ്ങോളം പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോ, ആൻസർ നോ ആണ്. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ഡിസ്റ്റർബൻസ് ഫോംഡ് ഇൻ വൺ പാർട്ട്, ഒരു പാർട്ടിൽ ഒരു ഭാഗത്ത് ഫോം ചെയ്യപ്പെടുന്ന ആ ഡിസ്റ്റർബൻസ് ഓഫ് ദ സ്ലിംഗി, ആ സ്ലിംഗിയുടെ ഡിസ്റ്റർബൻസ് സ്പ്രെഡ്സ് ടു ദ അതർ പാർട്സ്, മറ്റു ഭാഗങ്ങളിലേക്ക് പരക്കുന്നു. വിത്തൗട്ട് എനി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ കോയിൽ. ആ കോയിൽ അങ്ങനെ തന്നെ മൂവ് ചെയ്യുന്നില്ല, പക്ഷെ ഡിസ്റ്റർബൻസ്, ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് മൂവ് ചെയ്യുന്നുണ്ട്. ഹിയർ ദ എനർജി റിസീവ്ഡ് ഇൻ വൺ പാർട്ട്, ഒരു പാർട്ടിൽ കിട്ടുന്ന ആ ഒരു എനർജി ഓഫ് ദ മീഡിയ, ആ മീഡിയത്തിൽ കിട്ടുന്ന എനർജി സ്പ്രെഡ്സ് ടു ദ അതർ പാർട്സ്, മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു ദ അഡ്ജസന്റ് പാർട്ട് ആൻഡ് സോ ഓൺ. ഇവിടുത്തെ എനർജി ഇതിന് തൊട്ടടുത്ത ഭാഗത്തേക്ക് കൊടുക്കും, ആ ഭാഗം തൊട്ടടുത്ത ഭാഗത്തേക്ക് കൊടുക്കും. അങ്ങനെയാണ് ഈ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ എക്സ്പെരിമെന്റ് നോക്കാം. ഇതേപോലെ തന്നെയാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. Place light paper balls inside a long transparent tube closed at one end. ഒരു എൻഡ് ക്ലോസ് ചെയ്ത നീളമുള്ള ട്രാൻസ്പാരന്റ് ആയ അല്ലെ സുതാര്യമായ ഉള്ളു കാണാവുന്ന ഒരു ട്യൂബിൽ ലൈറ്റ് പേപ്പർ ബോൾസ്, അതായത് ഭാരം കുറഞ്ഞ പേപ്പർ ബോൾസ് ഇങ്ങനെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പാസ് എ ലൗഡ് സൗണ്ട് വിത്ത് യൂണിഫോം ഫ്രീക്വൻസി ത്രൂ ദ ഫ്രീ എൻഡ് ഓഫ് ദ ട്യൂബ്. ഇതിന്റെ ഫ്രീ എൻഡിൽ ഒരു ലൗഡ് സൗണ്ട് ഉണ്ടാക്കണം, ഒരു ലൗഡ് സൗണ്ട് പാസ് ചെയ്യാൻ പറയുന്നുണ്ട് ഇതിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത്. ഓക്കെ, ദ പേപ്പർ ബോൾസ് ആർ സീൻ വൈബ്രേറ്റിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത് അല്ലെ? ഇങ്ങനെ ബാക്കിലോട്ട് മുന്നോട്ട്, ഇങ്ങനെ ബാക്കിലോട്ട് മുന്നോട്ടായിട്ട് ഇങ്ങനെ പേപ്പർ ബോൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രം ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ, അതിനൊരു ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ ആസ്പദമാക്കിയിട്ട് മുന്നോട്ട് പിന്നോട്ടായിട്ട് പേപ്പർ ബോൾസ് ചലിക്കുന്നു. വിത്തൗട്ട് മൂവിങ് ദ പേപ്പർ ബോൾസ് ടു ദ അതർ എൻഡ് അല്ലെ? ഈ പേപ്പർ ബോൾസ് അങ്ങനെ തന്നെ മറ്റേ എൻഡിലോട്ട് പോകുന്നില്ല. ദേ ആർ ഫൗണ്ട് ടു ബി ക്ലോസ് ഇൻ സം റീജിയൻസ്. അത് അങ്ങനെ തന്നെ പോകാതെ പകരം എന്താണ് കാണാൻ കഴിയുന്നത്? ദേ ആർ ഫൗണ്ട് ടു ബി ക്ലോസ്, ചില ഭാഗങ്ങളിൽ അടുത്തും ചില ഭാഗങ്ങളിൽ അപ്പാർട്ടായിട്ടും അകന്നിട്ടും കാണപ്പെടുന്നുണ്ട്. ആൾട്ടർനേറ്റീവ്ലി അല്ലെ? ഇടവിട്ടാണ് അങ്ങനെ കാണുന്നത്. ചില ഭാഗത്ത് അടുത്ത്, ചില ഭാഗത്ത് അകന്ന്. കുറച്ച് കഴിയുമ്പോൾ മാറും, ഈ അടുത്ത ഭാഗങ്ങൾ അകലും, അകന്ന ഭാഗങ്ങൾ അടുക്കും. ഓക്കെ, ഹൗ ഈസ് ഇറ്റ് ഫോംഡ്? അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അപ്പൊ അത്ര ഒരു കാര്യമാണ് നമ്മുടെ സ്ലിംഗി എക്സ്പെരിമെന്റ് പറഞ്ഞത്. അതിന് താഴെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോളൂ. വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അതർ പാർട്സ്. മീഡിയത്തിന്റെ, ഒരു മാധ്യമത്തിന്റെ ഒരു പാർട്ടിൽ നിന്നുള്ള എനർജി മറ്റു പാർട്സിലേക്ക് എത്തിക്കാനുള്ള ഒരു മോഡാണ്, ഒരു മാർഗമാണ് എന്ത്? ഈ വേവ് മോഷൻ, തരംഗ ചലനം എന്ന് പറയുന്നത്. അതൊരു സ്റ്റേറ്റ്മെന്റ്. ഇനി മറ്റൊരു സ്റ്റേറ്റ്മെന്റും കൂടി ഉണ്ട്. എന്താണത്? ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദ അതർ പാർട്സ് ത്രൂ ഓസിലേഷൻസ് ഈസ് കോൾഡ് വേവ് മോഷൻ. എന്താണ് വേവ് മോഷൻ? കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ആണ്. ഫ്രം വൺ പാർട്ട്, ഒരു പാർട്ടിൽ നിന്ന് മറ്റു പാർട്സിലേക്ക്, ത്രൂ ഓസിലേഷൻസ്, ആ പോകുന്ന ഭാഗത്തൊക്കെ ഈ കണികകൾ എന്താണ്? ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇങ്ങനെ മുന്നോട്ട് പിന്നോട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് വേവ് മോഷൻ. കുറച്ച് വേവ്സിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. റേഡിയോ വേവ്സ്, സിസ്മിക് വേവ്സ് എന്ന് വെച്ചാൽ ഭൂകമ്പമായിട്ടൊക്കെ ബന്ധപ്പെട്ട വേവ്സ് ആണ്. ലൈറ്റ് വേവ്സ്, സൗണ്ട് വേവ്സ്, റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ, ജലോപരിതലത്തിലുണ്ടാകുന്ന ഓളങ്ങൾ. ഓക്കെ, ഡു ഓൾ ദീസ് വേവ്സ് റിക്വയർ എ മീഡിയം ടു ട്രാവൽ? ഇത് എല്ലാ വേവ്സിനും ഒരു മീഡിയത്തിന്റെ, ഒരു മാധ്യമത്തിന്റെ ആവശ്യകതയുണ്ടോ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്? വേവ്സ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ ആൻഡ് വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ.
അങ്ങനെ 2 കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോളൂ, മീഡിയം റിക്വയർ ചെയ്യുന്ന വേവ്സിന്റെ എക്സാമ്പിൾസ് ആണ് സീസ്മിക് വേവ്സ്, അല്ലെ, ഭൗമോപരിതലത്തിലെ കൂടിയൊക്കെ സഞ്ചരിക്കുന്ന, ഭൂമിയിലെ കൂടെ സഞ്ചരിക്കുന്ന വേവ്സ് ആണ്. പിന്നെ സൗണ്ട് വേവ്സ്, സൗണ്ടിന് ഒരു മീഡിയത്തിന്റെ ആവശ്യകതയുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 9ാം ക്ലാസ്സിൽ. പിന്നെ റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ, അതിന് ആ ജലോപരിതലത്തിലെ കൂടിയാണ് അത് സഞ്ചരിക്കുന്നത്. മീഡിയം വേണ്ടാത്തതും റേഡിയോ വേവ്സ്, റേഡിയോ വേവ്സിന് ബഹിരാകാശത്തെ കൂടിയൊക്കെ സഞ്ചരിക്കാൻ കഴിയും. പിന്നെ ലൈറ്റ് വേവ്സ്, അല്ലെ, ലൈറ്റ്, സൂര്യനിൽ നിന്നൊക്കെയുള്ള ലൈറ്റ് നമുക്ക് ഇവിടെ വരെ എത്തുന്നുണ്ട്. അപ്പൊ അതിനും ഒരു മീഡിയത്തിന്റെ ആവശ്യകതയില്ല, അത് ശൂന്യതയിലെ കൂടി, അതായത് വാക്വത്തിലെ കൂടിയൊക്കെ സഞ്ചരിക്കും. നെക്സ്റ്റ് ടോപ്പിക്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. Radio waves, microwaves, infrared waves, visible light, ultraviolet rays, X-rays and gamma rays are electromagnetic waves. ഇവ electromagnetic waves ആണ്. They do not require a medium for transmission. അവയ്ക്ക് ഒരു മീഡിയം ആവശ്യമില്ല അതിന്റെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡിനെ ചുരുക്കിയിട്ട് നമുക്ക് IR വേവ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ കേട്ടോ, IR വേവ്സ്, ഇൻഫ്രാറെഡ്. പിന്നെ വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് ചുരുക്കിയിട്ട് UV റേസ് എന്ന് പറയാം, അൾട്രാവയലറ്റ്. പിന്നെ എക്സ്റേസ് ആൻഡ് ഗാമ റേസ്. മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. ഇവയ്ക്ക് ഒരു മീഡിയം ആവശ്യമുണ്ട് അതിന്റെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട്. മെക്കാനിക്കൽ വേവ്സ് ആർ മെയിൻലി ഓഫ് 2 ടൈപ്സ്. 2 തരം ഉണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും പിന്നെ ട്രാൻസ്വേഴ്സ് വേവ്സ്. ഓക്കെ, 2 തരം മെക്കാനിക്കൽ വേവ്സ്, 2 തരം. അവയ്ക്ക് മീഡിയം ആവശ്യമാണ്. പിന്നെ അവയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. അല്ലെ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇൻ ഫിഗർ, ഡിഡ് ദ കോയിൽസ് ഇൻ ദ സ്ലിംഗി മൂവ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്? അതായത് നമുക്ക് ആ സ്ലിംഗിയുടെ എക്സ്പെരിമെന്റില് അതിൽ ആ കോയിൽസ് ഇല്ലേ, ആ സ്ലിംഗിയുടെ കോയിൽസ്, ആ വലയങ്ങൾ, അവ ഈ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, അതിന് ആ വേവിന്റെ ഡയറക്ഷൻ ഉണ്ടായിരുന്നല്ലോ, ആ ഡയറക്ഷന് പാരലൽ ആയിട്ടായിരുന്നോ വൈബ്രേറ്റ് ചെയ്തത് അതോ പെർപെൻഡിക്കുലർ ആയിട്ടായിരുന്നു? അത് പാരലൽ ആയിട്ടായിരുന്നു. അതായത് ഇങ്ങനെയാണ് വേവ് സഞ്ചരിച്ചതെങ്കിൽ, ഈ ഒരു ഡയറക്ഷനിൽ സഞ്ചരിച്ചെങ്കിൽ ആ കോയിൽസ് ഇങ്ങനെ ഇതിന് പാരലൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുകയായിരുന്നു, മൂവ് ചെയ്യുകയായിരുന്നു. ഓക്കെ, അല്ലാതെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ അല്ല വൈബ്രേറ്റ് ചെയ്തത്. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആർ ദോസ് ഇൻ വിച്ച് the particles in the medium, ആ മീഡിയത്തിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ്? പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ആ വേവിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഇപ്പൊ വേവ് ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എയർ ആണ് മീഡിയം. അപ്പൊ ഇതിലെ മോളിക്യൂൾസ് ഒക്കെ, ഇതിലെ ആ പാർട്ടിക്കിൾസ് ഒക്കെ ഇതിന് പാരലൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇതിൽ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് മനസ്സിലായല്ലോ. ഇനി വി ഹാവ് സ്റ്റഡിഡ് ദാറ്റ് സൗണ്ട് റിക്വയർസ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. മീഡിയം വേണമെന്ന് മനസ്സിലാക്കി. ലെറ്റ്സ് സീ ഹൗ സൗണ്ട് ട്രാവൽസ് ത്രൂ എയർ. എയറിലെ കൂടി എങ്ങനെയാണ് സൗണ്ട് പോകുന്നത് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ഒരു ട്യൂണിംഗ് ഫോർക്കാണ്, ഇത് എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ട്, ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. CR എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എയർ ആണ് കേട്ടോ, ഇതിന് ചുറ്റുമുള്ള എയർ റെപ്രസെന്റ് ചെയ്തതാണ്. ഇൻ ഫിഗർ, as the prong of the tuning fork moves from the equilibrium position to the side E, ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജം ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് A ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ the air pressure on that side increases or decreases. ആ എയർ പ്രഷർ ഉണ്ടല്ലോ, അവിടുത്തെ എയർ പ്രഷർ അത് കൂടുകയാണോ കുറയുകയാണോ നോക്കിക്കോളൂ. ഈ ട്യൂണിംഗ് ഫോർക്ക്, ഈ പ്രോങ്, ഈ ഭുജം ഈ ഒരു ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ഇവിടെ കുറച്ച് അടുത്ത് വരുന്നു. അതായത് ഇവിടെയുള്ള എയർ പാർട്ടിക്കിൾസ്, എയർ മോളിക്യൂൾസ് ഒക്കെ അടുത്ത് വരുന്നു. അതുകൊണ്ട് അവിടുത്തെ പ്രഷർ എന്താകും? ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസസ്. പിന്നെയോ, വാട്ട് അബൌട്ട് ദ എയർ പ്രഷർ ഓൺ സൈഡ് A when the same prong moves to side B? അതേ പ്രോങ് തന്നെ ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ A എന്ന ഭാഗത്ത് കുറച്ച് റിലാക്സ് കിട്ടും, അല്ലെ, കുറച്ച് റിലാക്സേഷൻ, അല്ലെ. അപ്പൊ അവിടെ എയർ പ്രഷർ എന്താകും? കുറയും, ഡിക്രീസസ്. When the prongs of the tuning fork vibrate continuously, ആ prongs കണ്ടിന്യൂസ് ആയി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ are in the regions of high and low pressure formed intermittently in the air. ആ എയറിൽ ഇടവിട്ടിട്ട് ഹൈ എയർ പ്രഷർ ഉള്ള റീജിയൻസും ലോ എയർ പ്രഷർ ഉള്ള റീജിയൻസും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ആ സ്ലിംഗിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ കണ്ട പോലെ തന്നെയാണ്.
കമ്പയർ ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ലിംഗി, ആ സ്ലിംഗിയിലുണ്ടായ വേവും ആൻഡ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ട്യൂണിംഗ് ഫോർക്ക് ഇൻ ദ എയർ, ആ എയറിൽ ട്യൂണിംഗ് ഫോർക്ക് കാരണം ഉണ്ടാകുന്ന വേവും കമ്പയർ ചെയ്യുക. സൗണ്ട് ഫ്രം എ സോഴ്സ് ക്രിയേറ്റ്സ് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ പ്രഷർ വേരിയേഷൻസ് ഇൻ ദ എയർ. സോഴ്സിൽ നിന്നുണ്ടാകുന്ന, ഒരു സോഴ്സിൽ നിന്നുണ്ടാകുന്ന സൗണ്ട് എയറിൽ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ടുള്ള പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകുന്ന, പ്രഷറിൽ മാറ്റം ഉണ്ടാകും. ചില ഭാഗത്ത് അടുത്തും ചില ഭാഗത്ത് അകന്നും, ആ ശൃംഖലയിൽ കണ്ടിരുന്നല്ലോ. അതേപോലെ ചില ഭാഗത്ത് ഹയർ പ്രഷറും ചില ഭാഗത്ത് ലോവർ പ്രഷറും ഉണ്ടാകുന്നു. അത് മാറിക്കൊണ്ടിരിക്കുന്നു. എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ ഉള്ള റീജിയൻ ഈസ് ക്രിയേറ്റഡ് where distance between the air molecules decreases. ആ എയർ മോളിക്യൂൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ പ്രഷർ കൂടും അല്ലേ. സച്ച് റീജിയൻസ് ആർ കോൾഡ് കംപ്രഷൻസ്. ആ സ്ഥലങ്ങളെയാണ്, ആ റീജിയൻസിനെയാണ് കംപ്രഷൻസ് എന്ന് പറയുന്നത്. സി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ആൻഡ് എ റീജിയൻ ഓഫ് ലോ പ്രഷർ കുറഞ്ഞ ആ ഭാഗങ്ങളെ റയർ ഫാക്ഷൻസ് എന്ന് പറയുന്നു. ആർ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. അതാണ് ചിത്രത്തിൽ കണ്ടിരുന്നത്. സൗണ്ട് ട്രാവൽസ് ത്രൂ എ മീഡിയം ഫോമിങ് ആൾട്ടർനേറ്റിംഗ് കംപ്രഷൻസ് ആൻഡ് റയർ ഫാക്ഷൻസ് അല്ലെ. ആൾട്ടർനേറ്റിംഗ് ആയിട്ട് കംപ്രഷൻസും റയർ ഫാക്ഷൻസും ഉണ്ടാക്കിയിട്ടാണ് ഒരു മീഡിയത്തിലേക്കൂടി സൗണ്ട് യാത്ര ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. യു ഹാവ് നൗ അണ്ടർസ്റ്റുഡ് ദാറ്റ്. എന്താണ് മനസ്സിലാക്കിയത്? സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഓക്കെ, താങ്ക് യു.